അഡ്രസ്സബിൾ പാനലാണ് ചെക്ക് ചെയ്യുന്നത്. എങ്ങനെ ഡിസേബിൾ ചെയ്യാൻ നോക്കാം. നമുക്ക് ഡിവൈസ് സൗണ്ട് ഡിസേബിൾ ചെയ്യാൻ എങ്ങനെ നോക്കാം. ഫസ്റ്റ് നമുക്ക് കയറേണ്ടത് യൂസർ സെറ്റപ്പാണ്. ഇതിൽ പാസ്വേഡ് ചോദിക്കും 0000000 എൻ്റർ. ചിലപ്പോൾ 111 ഉണ്ടാവും. 2 പാസ്വേഡിനാണ് കൂടുതൽ എല്ലാ പാനലും ഉണ്ടാവില്ല. ഒന്നുകിൽ 000 അല്ലെ 111. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഏതാണുള്ളത്. എന്നിട്ട് നമുക്ക് ഏറ്റവും താഴെയുള്ള ഓപ്ഷൻ കണ്ട ഡിസേബിൾ എനേബിൾ, അതിൽ എൻ്റർ കൊടുക്കുക. അതിൽ എൻ്റർ കൊടുത്തതിന് ശേഷം നമുക്ക് ഇപ്പോൾ ഒരു ഡിവൈസ് ലൂപ്പ് 1 ഡിവൈസ് നമ്പർ 1 ഡിസേബിൾ ചെയ്യണമെന്നുണ്ടാവും. രണ്ടാമത്തെ ഓപ്ഷനിൽ കയറുക, ഡിവൈസ് എനേബിൾ ഡിവൈസ് ബൈ അഡ്രസ്സ്, അതിൽ എൻ്റർ കൊടുക്കുക. എന്നിട്ട് ഡിസേബിൾ ഒരു എൻ്റർ കൊടുക്കുക. അപ്പോൾ കൊടുക്കുമ്പോൾ നമുക്ക് ലൂപ്പ് ഇവിടെ കാണിക്കും, അഡ്രസ്സും ഇവിടെ കാണിക്കും. അപ്പോൾ ലൂപ്പ് 1 അല്ലേ, അപ്പോൾ 1 കൊടുക്കുക, എൻ്റർ കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ സൈഡിലേക്ക് പോകണമെങ്കിൽ ആരോ മാർക്ക് ഇവിടെ ചെയ്ത് കൊടുക്കുക. 001 നമുക്ക് ലൂപ്പ് 1 ഫസ്റ്റ് ഡിവൈസാണ്. ഡിവൈസ് നമ്പർ അഡ്രസ്സ് 1 ആണ് നമുക്ക് ഡിസേബിൾ ചെയ്യേണ്ടത്. എൻ്റർ കൊടുക്കുക, എൻ്റർ ഡിസേബിൾ ആയി. ഇനി അടുത്തത് അത് എനേബിൾ ചെയ്യണമെങ്കിൽ നേരെ അതുപോലെ തന്നെ എനേബിൾ ഡിസേബിൾ, ഇത് ലാസ്റ്റ് രണ്ടാമത്തെ ഓപ്ഷൻ കണ്ട അതിൽ കയറുക, എൻ്റർ കൊടുക്കുക. അപ്പോൾ ലൂപ്പ് അതേ സെയിം അഡ്രസ്സ് കൊടുക്കുക. ലൂപ്പ് അഡ്രസ്സ് 1 എൻ്റർ ആരോ മാർക്ക് 001 എൻ്റർ സക്സസ്ഫുൾ. അത് എനേബിൾ ആയി. നമുക്കിനി സൗണ്ട് എങ്ങനെ ഡിസേബിൾ ചെയ്ത് നോക്കാം. യൂസർ സെറ്റപ്പ്, എനേബിൾ ഡിസേബിൾ, ലാസ്റ്റ് ഓപ്ഷൻ കണ്ട നാലാമത്തെ അതിൽ എൻ്റർ കൊടുക്കുക. ഇപ്പോൾ സൗണ്ട് ഡിസേബിൾ അല്ല, പാനൽ കണ്ടാൽ അറിയാം. എൻ്റർ കൊടുക്കുക. കണ്ട ഡിസേബിൾ ആയിപ്പോൾ ജസ്റ്റ് ചെറിയ കൂടുതൽ ചിന്തിക്കാനൊന്നുമില്ല, ജസ്റ്റ് എൻ്റർ കൊടുത്താൽ മതി. പിന്നെ അത് എനേബിൾ ചെയ്യണമെങ്കിൽ സെയിം എനേബിൾ ഓൾ സൗണ്ട് എന്നാണ്, അതിൽ എൻ്റർ കൊടുക്കുക. അപ്പോൾ പാനലിലെ സൗണ്ടെല്ലാം എനേബിളായി. നമുക്കിപ്പോൾ ലിസ്റ്റ് എടുക്കണമെങ്കിൽ യൂസർ സെറ്റപ്പ്, പാനലിൻ്റെ എല്ലാ ഡിവൈസിനും ലിസ്റ്റ് എടുക്കണമെങ്കിൽ ബ്രൗസർ, ഫസ്റ്റുള്ള ബ്രൗസർ, എൻ്റർ ഡിവൈസ് ലൂപ്പ്, എല്ലാ ലൂപ്പിൽ കാണിക്കും. നമുക്ക് ഏത് ലൂപ്പിൻ്റെ ലിസ്റ്റാണ് എടുക്കേണ്ടതെന്നുള്ളത് നമുക്ക് നോക്കാം. ലൂപ്പ് 1 ലിസ്റ്റ് എടുക്കാം. നമുക്ക് എല്ലാ ലിസ്റ്റിലും ഉണ്ടാവും.